എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അല്ല, സ്പോട്ട് അഡ്മിഷൻ അപേക്ഷ ഉടൻ ആരംഭിക്കുകയാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കുറച്ച് ദൈർഘ്യമേലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ നിർത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. കുറച്ച് ദൈർഘ്യമേറിയ കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക എന്നൊക്കെയുള്ള വിവരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിനെ ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ, അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ +1 അലോട്ട്മെൻറ്റിൻ്റെ അവസാന അലോട്ട്മെൻറ്റാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. സ്പോട്ട് അഡ്മിഷൻ +1 അലോട്ട്മെൻറ്റിൻ്റെ അവസാന അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ. സ്പോട്ട് അഡ്മിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറയാം. എന്താണ് സ്പോട്ട് അഡ്മിഷൻ? സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG മുതൽ നിങ്ങൾ ചേരുമ്പോൾ 10ാം ക്ലാസ് വരെ എങ്ങനെയാണ് നിങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത്? അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ വഴിയാണോ? അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ക്ലാസ്സിൽ LKGക്കും 10ാം ക്ലാസ്സിനും ഇടയിലുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി എങ്ങനെയാണ് അഡ്മിഷൻ പോയി എടുക്കുന്നത്? ആ വിദ്യാർത്ഥിയുടെ ടി സിയും മറ്റാവശ്യമായ രേഖകളൊക്കെ കയ്യിലെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് സ്കൂളിലാണോ പോകാൻ താല്പര്യമുള്ളത് ആ സ്കൂളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് അഡ്മിഷൻ എടുക്കുന്ന പരിപാടി. അവിടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇല്ല. ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും? എല്ലാം അഡ്മിഷൻ കിട്ടുന്ന പ്രോസസ്സ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കും, സ്പോട്ട് അഡ്മിഷൻ എല്ലാവർക്കും കിട്ടുമെന്ന്. എല്ലാവർക്കും കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ കിട്ടുന്ന അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് അഡ്മിഷൻ കിട്ടുന്നതാണ്. പക്ഷേ സ്പോട്ട് അഡ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലോട്ട്മെൻറ്റ് വഴിയല്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അത് സ്കൂളുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അഡ്മിഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പോയി എടുക്കാൻ പറ്റുന്ന, നേരിട്ട് അഡ്മിഷൻ പോയി എടുക്കാൻ പറ്റുന്ന പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല. ഇതാണ് സ്പോട്ട് അഡ്മിഷനെ കുറിച്ച് നമുക്കൊരു ഇൻട്രഡക്ഷനായിട്ട് പറയാൻ ഉള്ളത്. സ്പോട്ട് അഡ്മിഷൻ എന്താണെന്ന് അറിയാത്ത വിദ്യാർത്ഥികളും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ അറിയാവുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷ ഉടനെ ആരംഭിക്കും. കാരണം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ പ്രസിദ്ധീകരിക്കും. അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ അഡ്മിഷൻ എന്തായാലും മിക്കവാറും ഇന്ന് രാത്രി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നാളെ വെള്ളിയാഴ്ച, മറ്റന്നാൾ ശനിയാഴ്ചയും കഴിഞ്ഞ് പിന്നെ ശനിയാഴ്ച ഹോളിഡേ ആണ്, പിന്നെ സൺഡേ ഞായറാഴ്ച ഹോളിഡേ ആണ്. ശേഷം തിങ്കളാഴ്ചയാണ് അഡ്മിഷൻ വീണ്ടും പുനരാരംഭിക്കുക. അതായത് ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയുമായിരിക്കും അഡ്മിഷൻ നടക്കുക. അതിൻ്റെ അഡ്മിഷൻ നടക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ ഉണ്ടാകുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതായത് നാളെയും പിന്നെ തിങ്കളാഴ്ചയും ആണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും
ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക്, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും മിക്കവാറും അപേക്ഷിക്കാൻ സാധിക്കും. കാരണം സ്പോട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് ഇതുവരെ അത് നമുക്ക് സർക്കുലർ വന്നതിന് ശേഷം ഡീറ്റെയിൽഡായി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് എന്തായാലും അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷ കൊടുത്തു പക്ഷേ കിട്ടാത്തവർക്ക് എന്തായാലും അപേക്ഷിക്കാം. എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. നിങ്ങൾ അലോട്ട്മെൻറ്റിന് സ്പോട്ട് അഡ്മിഷൻ്റെ വിളിക്കുമ്പോൾ, സ്പോട്ട് അഡ്മിഷൻ്റെ ഡേറ്റ് വരുമ്പോൾ മിക്കവാറും ഒരു 2 days ആയിരിക്കും സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷ കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് വഴിയല്ല അതിന് അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടോ, നിങ്ങളെ എന്തുണ്ട് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഉണ്ടാവുമല്ലോ, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിന് പോകാൻ താല്പര്യം ഉണ്ട് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്കൂളിൽ നേരിട്ട് ചെന്ന് കൊടുക്കണം. ഏതൊക്കെ സ്കൂളിലാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിനായിട്ട് നേരിട്ട് ചെന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ കൊടുക്കുന്ന ഏതൊക്കെ സ്കൂളുകളിലാണോ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ സ്കൂളുകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് ഇത്ര അപേക്ഷകൾ വന്നത്, ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസിന് നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണ്, 20 വേക്കൻസിയാണ്. പക്ഷേ 50 അപേക്ഷകൾ അവിടെ വന്നു. 50 അപേക്ഷകൾ വന്നു കഴിയുമ്പോൾ ഈ എന്ത് ചെയ്യും, സ്കൂളുകാർ 50 അപേക്ഷകളും വിശദമായ രീതിയിൽ പരിശോധിച്ച് ഏറ്റവും കിട്ടാൻ സാധ്യതയുള്ള 20 പേർക്ക് അഡ്മിഷൻ കൊടുക്കും. 20 പേരെ ഫോണിൽ വിളിച്ച് എന്ത് ചെയ്യും, അഡ്മിഷൻ കൊടുക്കും. ഫോണിൽ വിളിച്ചിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്ത് പറയും, നിങ്ങൾക്ക് ഇന്ന പോലെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ TC പിന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് വന്ന് ഡയറക്റ്റായിട്ട് സ്കൂളിൽ വന്ന് എടുത്തോളാൻ പറയും. ഇങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ. ഇങ്ങനെയാണ്, അല്ലാതെ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. സ്പോട്ട് അഡ്മിഷൻ. അപ്പോൾ നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റാങ്ക് നോക്കുക. ശേഷം അവസാനമായി അവിടെ പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് നോക്കുക. എന്നിട്ട് ഏകദേശം നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുക. അത് ചില വിദ്യാർത്ഥികളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ചില വിദ്യാർത്ഥികൾക്കെല്ലാം നേരത്തെ അപേക്ഷിച്ചാൽ കിട്ടേണ്ട കാര്യമായിരുന്നു. ഞാൻ നേരത്തെ അപേക്ഷിച്ചാൽ കിട്ടും, പക്ഷേ ആ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നില്ല, തൻ്റെ മാർക്കിനനുസൃതമായിട്ടുള്ള സ്കൂളുകൾ കൊടുക്കുന്നില്ല. ഈ വലിയ ടൗൺ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളാണ് കൊടുക്കുന്നത്. പക്ഷേ ആ വിദ്യാർത്ഥിക്ക് അതിന് മാത്രമുള്ള മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇല്ലാത്ത ഒരു പ്രശ്നം വരും. വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നല്ല, വിദ്യാർത്ഥികൾക്ക് മാർക്കില്ലാത്തൊരു പ്രശ്നം വരുമ്പം എന്ത് ചെയ്യും, മാർക്കുള്ള വിദ്യാർത്ഥികൾ ആ വലിയ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ അങ്ങോട്ട് മാർക്ക് കുറവുള്ള വിദ്യാർത്ഥി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആർക്കായിരിക്കും സ്വാഭാവികമായിട്ട് മുൻതൂക്കം കിട്ടുക, മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ്. കാരണം പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഉൾമേഖലയിലേക്കുള്ള സ്കൂളുകളിലേക്കൊക്കെ അപേക്ഷ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടും. കാരണം ഉൾമേഖലയിലേക്കുള്ള സ്കൂളുകളിലേക്ക് മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾ സാധാരണ അപേക്ഷിക്കാറ് കുറവാണ്. കാരണം മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് ഞങ്ങൾക്ക് വലിയ സ്കൂളുകളിൽ പഠിക്കണം, പോകാനും വണ്ടി സൗകര്യമൊക്കെ ഉള്ള സ്കൂളുകളിലേക്ക് വലിയ സ്കൂളുകളിൽ പോയി പഠിക്കണം, ഞങ്ങൾക്ക് ഉൾമേഖലയിലേക്കുള്ള സ്കൂളുകൾ വേണ്ടാന്ന് പറഞ്ഞ് അവരത് ഒഴിവാക്കും. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള സ്കൂളുകളിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകൾ നോക്കി കൊടുക്കുക. കണ്ട സ്കൂളുകളൊക്കെ വലിച്ചു വാരി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാർക്ക് കൂടുതലുള്ള നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറച്ച് ദൂരം അധികം സഞ്ചരിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ഒരു സീറ്റ് നമുക്കിപ്പോൾ കിട്ടുകയാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ 3ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണിത്. അത് ആ രീതി അതേപടി ഫോളോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, സീറ്റ് കിട്ടിയിട്ടും ഉണ്ടാകും ആ ഫോളോ ചെയ്ത വിദ്യാർത്ഥികൾക്ക്. എന്നാലും ഇനിയും സമയം വൈകിട്ടില്ല, സ്പോട്ട് അഡ്മിഷനും കൂടി ഉണ്ട്. അവസാന അഡ്മിഷനാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോകാൻ താല്പര്യമുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് അപേക്ഷ കൊടുക്കുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിളിച്ച് നോക്കുക. ഇനിയിപ്പോൾ ചിലപ്പം സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന ദിവസം അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തില്ല, വിട്ടുപോയെന്ന് വിചാരിച്ചു, നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
ആവശ്യം അവരുടേതല്ലെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ സ്കൂളുകളിൽ ഇരിക്കുന്ന അധ്യാപകരുടെ ആവശ്യം അല്ല അത്. നിങ്ങളെ എടുക്കണമെന്നുള്ളത് അവർക്ക് നിർബന്ധമില്ല. അതായത് നിങ്ങളിപ്പോൾ ചെന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് എന്തായാലും പിള്ളേരെ കിട്ടും. അതിന് നിങ്ങൾ ചെല്ലണമെന്ന് അവർക്ക് നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾ ചെന്നില്ലെങ്കിൽ അവർ അടുത്ത ആളെ വിളിക്കുന്ന റാങ്ക് ലിസ്റ്റിന് പുറകിലുള്ളവരെ വിളിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യം. ഇപ്പം ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി അപേക്ഷ കൊടുക്കുമ്പോൾ ആ വിദ്യാർത്ഥിയുടേതാണെന്ന് ആവശ്യം എന്ന് കരുതി ആ സ്കൂളുകളിലെ നമ്പർ നിങ്ങൾക്ക് HSCAPൻ്റെ സൈറ്റുകളിൽ കിട്ടും. എല്ലാ സ്കൂളിൻ്റെയും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക്, ലാൻഡ് ഫോൺ നമ്പർ അവിടെ നിങ്ങൾക്ക് സ്കൂളുകളുടെ ലിസ്റ്റിൽ കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമ്പർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിൽ അപേക്ഷ കൊടുത്തോ, ഏതൊക്കെ കോഴ്സുകളിലേക്ക് അപേക്ഷ കൊടുത്തോ എന്നൊക്കെ നോക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പറയണം, അവിടെ വിളിച്ചോണം, സാർ ഇന്ന പോലെ ഞാൻ ഹ്യൂമാനിറ്റീസിന് കൊടുത്തു, എനിക്ക് ഇന്ന പോലെ അല്ലെങ്കിൽ 10 റാങ്കുണ്ട്, 5 റാങ്കുണ്ട്, ഇവിടെ 10 20 വേക്കൻസിയൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യതയില്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവർ നിങ്ങളുടെ എടുത്ത് പരിശോധിക്കും, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കും. അല്ലാതെ ഇങ്ങോട്ട് വിളി വരും എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയിരിക്കരുത്. കാരണം ആവശ്യം നമ്മുടേതാണെന്ന് ഓർമ്മ വേണം. അലോട്ട്മെൻറ്റ് കിട്ടേണ്ടവനാണ് ആവശ്യം, മാഷന്മാർക്കല്ല. നിങ്ങൾക്ക് അഡ്മിഷൻ തരണമെന്ന് അവരെ കഴിഞ്ഞും ഉത്തരവാദിത്തം നിങ്ങൾക്ക് വേണം. കാരണം അലോട്ട്മെൻറ്റ് കിട്ടേണ്ടത് നിങ്ങൾക്കാണ്, അവർക്കല്ലെന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയേ തീരൂ, എനിക്കിത് നിർബന്ധമാണെന്നുള്ള രീതിയിൽ അത്രയും ആത്മാർത്ഥതയോടുകൂടി ഇതിനു വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ പോകുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വരും വീഡിയോകളിലൂടെ എത്തിക്കും. ആരെയും സങ്കടപ്പെടുത്താനുള്ള ഒരു കാര്യം പണ്ടില്ല. നമ്മുടെ ഉത്തരവാദിത്തം. ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടേണ്ടത് ഇപ്പം നീ ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടേണ്ടത്. അത്ര ആത്മാർത്ഥതയോടെ ശ്രമിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ബൈ.